നമ്മൾ ഹ്യൂമൻ മൈൻഡ് ഭയങ്കര പവർഫുള്ളാണ്. അതായത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് താങ്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ലക്ക് അല്ല, ലക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും സംഭവിക്കുന്നത്. ലോട്ടറി അടിക്കുന്ന എക്സാമ്പിൾ പറയാം. ചില ആൾക്കാർ ഇഷ്ടംപടി ലോട്ടറി അടിക്കും, കുറേ പൈസ, ആ പൈസ കൊണ്ട് ബാങ്ക് കൊണ്ട് ഇട്ട് തന്നെ ഇഷ്ടംപടി പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചില ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ എടുക്കുന്നത്, നമ്മുടെ ബ്രെയിനിലുള്ള എല്ലാ കറണ്ട് സ്റ്റോറും എല്ലാം നമ്മൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഒരു മൊബൈലിലെ പോലെ മൊത്തം. അതായത് യൂസിലൊക്കെ അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത് ശരിയാണ്. ആക്സിസിന്റെ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര പവർഫുൾ ആണ്. അത് ശരിക്കും ക്വിക്ക് റിസൾട്ട് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, നോ പറയണമെങ്കിൽ കോൺഫിഡൻസ് ഇല്ല നമുക്ക് പറയാൻ പറ്റും. കോൺഫിഡൻസ് ആണോ? കോൺഫിഡൻസ് ഇൻ ദ സെൻസ് എന്താണ്? പക്ഷേ നമുക്കൊരു നോ പറയാനുള്ള കോൺഫിഡൻസ് ധൈര്യം വേണ്ടേ? ഈ ആക്സിസ് ബാർ നമ്മൾ പറഞ്ഞു 32 പോയിന്റുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് പറയാനെന്ന് പറഞ്ഞു. സോ 32 പോയിന്റ് എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പം ഈ പണ്ടൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രെസ് വരികയാണ്, തലവേദന വരികയാണ്, മെന്റൽ പ്രശ്നം വരുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും തലയിൽ കുറച്ച് എണ്ണയൊക്കെ ഇട്ടൊന്ന് മസാജ് ചെയ്ത് തന്നു കഴിയുമ്പോൾ അതിനകത്തൊരു ആശ്വാസം കിട്ടും. സെയിം ടെക്നോളജിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഹെഡ് നമ്മുടെ എല്ലാം, അതായത് നമ്മൾ ബിലീവ് ചെയ്യുന്ന പോലും അറിയാം, നമ്മുടെ ഓൾമോസ്റ്റ് ഒരു 95% ചിന്തകളും സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡാണ്, പ്രീവിയസ് ആളിലും എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ ഹെഡിൽ നിന്ന് ജസ്റ്റ് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും എന്നൊക്കെയാണ് നമ്മൾ പറയപ്പെടുന്നത്. അതെ, ഓക്കെ. പക്ഷേ ഇവിടെ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ ഈ ഏരിയാസിലൊക്കെ മസാജ് ആയി പോകുന്നതുകൊണ്ട് ആ ബാർസ് റൺ ചെയ്യുന്നതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ്സ്. ആക്സിസിന്റെ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര പവർഫുൾ ആണ്. അത് ശരിക്കും ക്വിക്ക് റിസൾട്ട് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ഈ ആക്സിസിന്റെ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാൻ പറഞ്ഞല്ലോ എല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് ഇതൊക്കെ റിലീസ് ആയെന്ന് വെച്ചാൽ ആക്സിസിന്റെ സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് കൊണ്ടാണ് ഇതെല്ലാം റിലീസ് ആവുന്നത്. ഒരു സങ്കല്പം വെക്കല്ലേ അത്? അതായത് ഇപ്പൊ നമ്മള് പൂജകളിൽ ഒക്കെ സങ്കല്പം വെക്കാറുണ്ടല്ലോ. ഒരു സങ്കല്പം വെച്ചുകൊണ്ട് രാവിലെ ഒരു രൂപ മാറ്റി വെക്കുന്നു. പിന്നെ സിമ്പിൾ ആയിട്ട് പറയാം, ഞാനങ്ങനെ അങ്ങോട്ടേക്ക് പോകല. ഇപ്പൊ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു 10 രൂപ എടുത്തിട്ട് ഭഗവാനെ എനിക്ക് ഇന്നത് കിട്ടണേ, സങ്കല്പം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, അത് മനസ്സിനോട് ഫീഡ് ചെയ്യാണ്. ഇതേ സാധനം തന്നെ ആയിരിക്കുമല്ലോ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളത് ചെയ്യുമ്പോൾ ഇയാളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന പൂർവ്വകാലത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടിട്ട് റിലേറ്റഡ് അങ്ങനെ ഒരു സങ്കല്പം ഇപ്പോൾ മാത്രമല്ലേ അല്ല. അതായത് നമുക്ക് താങ്കൾ ബിലീവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, നമ്മുടെ ബ്രെയിനിലുള്ള എല്ലാ കറണ്ട് സ്റ്റോറും എല്ലാം നമ്മൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഒരു മൊബൈലിലെ പോലെ മൊത്തം. അതായത് യൂസിലൊക്കെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഒരു അബ്യൂസ്ഡ് ആയ കുറിച്ച് യൂസിലായിട്ട് സ്റ്റോറി വെച്ചാണ് ചെയ്യാൻ പറ്റും. അതോ സെയിം മണിയെ ഇല്ല മെമ്മറി വായിക്കാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായി? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോറി നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഓക്കെ. സോ അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സും നമ്മുടെ ലൈഫിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് അൺക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും സാധിക്കും. ഒരു കാരണം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത് ശരിയാണോ? ശരിക്കും നമ്മൾ ഹ്യൂമൻ മൈൻഡ് ഭയങ്കര പവർഫുള്ളാണ്. അതായത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് താങ്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും താങ്കളുടെ ചിന്ത കൊണ്ട്. ഞാനാണെങ്കിലും താങ്കളാണെങ്കിലും ഈ ലോകത്തിലെ എല്ലാവർക്കും എനിക്ക് ഭയങ്കരമായ ചിന്തകളും ആശയങ്ങളും ഉള്ള ആളാണ്. ഓക്കെ, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് സാധിക്കണ്ടേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ ചില ആൾക്കാർ ഭയങ്കര അവർക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം അടിപൊളിയാണെന്നൊക്കെ, പക്ഷെ ഭയങ്കര ലേസിയാന്ന് പറയും. ഇവരൊന്നും ലേസിയോ ഒന്നും അല്ല. എക്സാക്ട്ലി ഇവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യുകയാണ്. ബ്രെയിൻ ഭയങ്കര മടിയനാണ്, മനസ്സിലായോ? ബ്രെയിൻ ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമല്ല. ബ്രെയിൻ എങ്ങനെ പോകുന്നു അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പം താങ്കൾക്ക് ആശയങ്ങളുണ്ട്, താങ്കൾ ആശയങ്ങൾക്കനുസരിച്ച് പോകണം. താങ്കൾ 1-2 ദിവസം ട്രൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്രോകാസ്റ്റിനേഷൻ അവിടെ സംഭവിച്ചിരിക്കും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബ്രെയിൻ സമ്മതിക്കത്തില്ല ബ്രെയിനെ വേറെ ഇതിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ പ്രോകാസ്റ്റിനേഷൻ സംഭവിക്കും. നാളെ എടുത്ത് നമ്മൾ മാറ്റി വെക്കും. അവിടെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും സംഭവിക്കും? നമ്മുടെ എനർജി ലോസ് അവിടെ സംഭവിക്കുന്നു. നമ്മുടെ ഇമോഷണലി നമ്മൾ ഡൗൺ ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസിഡൻസ് നമ്മുടെ ലൈഫിലേക്ക് വരും. ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഒരു ആവശ്യമായിട്ട് നമ്മളെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ സിനിമാക്കാരനാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൻ പറഞ്ഞിടത്തൊക്കെ വിട്ട് ഞാൻ പഠിപ്പിച്ചു. പക്ഷെ അവന് കുറച്ചൊക്കെ ട്രൈ ചെയ്തു, പിന്നെ നടന്നില്ല. ഇപ്പോൾ അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തോന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ചിലർ പറയും അവന് ഭയങ്കര നിർബന്ധമായിരുന്നു ബിടെക് ഓടിക്കണം, ബിടെക് ഓടിപ്പിച്ചു, ഇപ്പോൾ തെണ്ടി തിരിഞ്ഞ് നടപ്പുണ്ട്. അപ്പം വേറെ ഒരാൾ പറയുന്നതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിന് പഠിക്കാൻ വിട്ടു, അത് നന്നായിട്ട് പഠിച്ചു, പക്ഷെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൻ ക്യാമറയിൽ നോക്കി കിടക്കുകയാണ്. ഇങ്ങനെ പറയുന്ന ഞാൻ എക്സാമ്പിൾസ് പറയും. അപ്പോൾ ഈ കുട്ടികൾ ഒരു സമയത്ത് ഭയങ്കര ആഗ്രഹമായിട്ട് വീട്ടുകാരുടെ പൈസ മുടക്കി അല്ലെങ്കിൽ അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും.
പിന്നീട് അതിൽ നിന്ന് അങ്ങ് മാറിപ്പോകും. ഇവരെ തിരിച്ച് അവരുടെ ലൈഫ് പാത്തിലേക്ക് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ആക്സസ് ബാർ സഹായിക്കും. ഉറപ്പായിട്ടും പറ്റും. അതായത് ഞാൻ സജസ്റ്റ് ചെയ്യുക എല്ലാ കുട്ടികളെയും ആക്സസ് ബാർ പഠിപ്പിക്കണം എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ ഐഡിയാസ് കിട്ടും. ഓക്കെ, അതിലൊക്കെ ഉപരി എന്താ പറയുക, അവർക്ക് നോ പറയാനുള്ള കേപ്പബിലിറ്റി വരും. ഓക്കെ, പിന്നെ ഓക്കെ ഐഡിയാസ് ലൈക്ക് ഇപ്പം ഐഡിയ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾക്ക് എങ്ങും എത്തിപ്പെടാൻ പറ്റില്ല. ഇപ്പം താങ്കൾ പറഞ്ഞു സിനിമയിൽ ട്രൈ ചെയ്തു പക്ഷെ കിട്ടും. പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര ഈസി എഫർട്ട്ലെസ്സും ആയിട്ട് എല്ലാ കാര്യങ്ങളും വരും. എല്ലാവരും പറയും ഭയങ്കര ലക്കാന്ന്. ആ, പക്ഷെ എല്ലാവരും പറയും ഭയങ്കര ലക്കാന്ന് പറയും. ഓക്കെ, പക്ഷെ ലക്കാണോ ശരിക്കത്? ലക്കല്ല. അല്ല, ലക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും സംഭവിക്കുന്നത്. ലക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ ഇമോഷൻസും ഡിസേർവും ഒക്കെ ആയിട്ട് അലൈൻ ആകുമ്പോഴാണ് ഈ ലക്ക് എന്ന് പറഞ്ഞ കാര്യം സംഭവിക്കുന്നത്. ലോട്ടറി അടിക്കുന്ന എക്സാമ്പിൾ പറയാം. ചില ആൾക്കാർ ഇഷ്ടംപടി ലോട്ടറി എടുക്കും അല്ലേ, കുറേ പൈസ. ആ പൈസ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഇട്ട് തന്നെ ഇഷ്ടംപടി പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചില ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ എടുക്കുന്നത്, ഞാൻ എന്നും എടുക്കും പക്ഷെ എനിക്കൊന്നും അടിക്കാറില്ലെന്ന് പറഞ്ഞ് എടുക്കും. ചില ആൾക്കാർ എടുക്കുന്നത് എന്താ, ഒരിക്കലും എനിക്ക് അടിക്കുന്നുള്ള പ്യുവർ വിശ്വാസത്തോടെ 100% ബിലീവോട് കൂടിയാണ് എടുക്കുന്നത്. അങ്ങനെ ബിലീവുള്ള ആൾക്കാർക്ക് നോക്കിയോ അവർക്ക് ലോട്ടറി അടിച്ചിരിക്കും. അങ്ങനെയാണ് എനിക്ക് അടിച്ചിട്ടില്ലല്ലോ. ഞാൻ ഓരോ ലോട്ടറി എടുക്കുമ്പോഴും ഇത് കിട്ടിയ കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിക്കണമല്ല. അതല്ല, ചില സാഹചര്യങ്ങളിൽ നമ്മൾ അല്ലാതെ എടുക്കും. അതായത് അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങുമ്പോൾ ഒരു ചേച്ചി സ്നേഹത്തോടെ സാറേ അല്ലെ മോനെ ഒരു ലോട്ടറി എടുക്കും. അപ്പൊ നമുക്ക് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ പറയും കച്ചവടത്തിന് വേണ്ടി പറയുന്നതല്ല. അപ്പൊ നമ്മൾ മേടിക്കും. ആ ലോട്ടറി ഞാൻ നോക്കാറുമില്ല. അത് ഞാൻ കൂടുതൽ ആരെങ്കിലും കൊടുക്കാറുണ്ട്. നോക്കുന്നില്ല ആ ലോട്ടറി. അത് നമുക്ക് വേണ്ടി എടുക്കുന്നതല്ല, ഈ വിശ്വാസത്തോടെ എടുക്കുന്നതല്ല. ഓക്കെ, ഞാൻ കൂട്ടം പറയാം. താങ്കൾ എല്ലാ ആഴ്ച ലോട്ടറി എടുക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയൊന്നുമില്ല, തോന്നുമ്പോൾ എടുക്കും. അതിപ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് അടിക്കുക? അടിക്കുക എന്ന സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് താങ്കൾ മനസ്സിലായി. ചില ആൾക്കാരുണ്ട് ലോട്ടറി അടിക്കണം, ഞാൻ ലോട്ടറി അടിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ. ലോട്ടറി അടിക്കണമെന്ന് സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെന്ത് കൺസിസ്റ്റൻസി ഇസ് ദ കീ. എവിടെ ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, കൺസിസ്റ്റന്റ് ലോട്ടറി അടിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറി പെടുമല്ലോ, അയാളുള്ള പൈസ ബാക്കി കൊണ്ടിട്ടാ പറയായിരുന്നു. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അല്ലേ. ഞാൻ ലോട്ടറി എടുക്കുന്നത് അങ്ങനല്ല. ഇപ്പോൾ ഒരാൾ വരികയാണ്, ഏതെങ്കിലും 50 ലോട്ടറി ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാശുണ്ടെങ്കിൽ ഞാൻ 50 ലോട്ടറി ഒരുമിച്ച് മേടിക്കും. അതല്ലെങ്കിൽ അയാളിരിക്കുന്ന എല്ലാ സീരീസിൽ നിന്നും ലോട്ടറി മേടിക്കും. ഞാനും മേടിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ, ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചിയെ കാണുമ്പോഴത്തേനും എന്റെ പൈസ എത്ര ഞാനത് മേടിക്കും. ചിലപ്പോൾ ആ പൈസ ബാലൻസ് ചെയ്യാൻ മേടിക്കാറുണ്ട്. ഈ സീരീസ് മൊത്തം മേടിക്കുമ്പോൾ എന്റെ ചിന്താഗതി അങ്ങനെ വേറെ ആർക്കും അടിക്കേണ്ട, അടിക്കണമെങ്കിൽ എനിക്ക് തന്നെ അടിക്കണം. ഞാൻ പക്ഷെ ആ ചിന്തയിലും പ്രശ്നമുണ്ടല്ലോ. ചിന്ത എപ്പോഴും ഭയങ്കര നമ്മൾ കൊടുക്കാലോ. നമ്മുടെ കയ്യിൽ ഇത് വന്നിട്ട് നമുക്ക് കൊടുക്കാലോ. പക്ഷെ അങ്ങനെ നമ്മൾ അതാണ് ഓരോ കാര്യത്തിനും ചിന്ത അത് ഭയങ്കര ഇതാണ്. നമ്മൾ ഏത് ഇൻഡസ്ട്രിയോട് എടുക്കുന്നോ അത് തന്നെയല്ല. ഈ കഴിഞ്ഞ മുമ്പത്തെ തിരുവോണം മെമ്പറിന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ, ഓണത്തിന് വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, മോനെ ഒരു കൊമ്പനാനൊക്കെ എത്ര രൂപയാവും ചോദിച്ചു. എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറ്റില്ല, ലോട്ടറി എടുത്ത് വെച്ചിട്ടുണ്ട്, കിട്ടി അപ്പോഴേ ആന മേടിക്കണം അച്ഛൻ പറഞ്ഞു. അച്ഛൻ അത്രയും കോൺഫിഡന്റ് ആണ്, പാക്ഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ 1.5 കോടി ഉണ്ടെങ്കിൽ ആന മേടിക്കുക അച്ഛൻ. ഓക്കെ, ബാക്കി ഇത്രയുണ്ട്, മോക്ക് എത്ര, കൊച്ചുമക്കൾക്ക് എത്ര, മോൻ എത്ര, മരുമകൻ എത്ര, മരുമകൾക്ക് എത്ര, ബാക്കി പൈസ അച്ഛൻ അക്കൗണ്ടിലാണ്. അച്ഛൻ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അച്ഛൻ ലോട്ടറി എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിളിച്ചു, അടിച്ചോ? ഇല്ലടാ, അടിച്ചില്ല. താങ്കളുടെ അച്ഛനെ പോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, മനസ്സിലായോ? എന്തുകൊണ്ടാ ഇവര് പറച്ചിൽ മാത്രമേ ചിലപ്പോൾ കാണൂ. ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആയിട്ട് കിടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് താങ്കൾക്കറിയോ? അത് താങ്കളുടെ അച്ഛനും അറിയത്തില്ല എന്തൊക്കെയാ കാരണം പണ്ട് തൊട്ടുള്ള കാര്യങ്ങളുണ്ട്, മനസ്സിലായോ? അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് തൊട്ട് അദ്ദേഹം കണ്ടു വളർന്ന് എന്തൊക്കെയാണോ ഇതെല്ലാം അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡ് ആണ്. ലോട്ടറിയുടെ പ്രൈസും ചിന്തകളും തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. ലോട്ടറിയുടെ പ്രൈസും ചിന്തകളും തമ്മിൽ ബന്ധമുണ്ടെന്നല്ല. ഞാൻ ലോട്ടറി എന്ന് പറയുന്ന സംഭവം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ, മനസ്സിലായോ? ചില ആൾക്കാർക്ക് പോസിബിലിറ്റീസ് ഓപ്പർച്യൂണിറ്റീസും ഫാസ്റ്റ് ആയിട്ട് അട്രാക്ട് ആവും. അതിൽ നമ്മൾ ലക്ക് എന്ന് പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരിക്കലും ലക്കാണെന്നല്ല പറഞ്ഞത്. നമ്മുടെ ചിന്തയും നമ്മുടെ അലൈൻമെന്റ് നമ്മുടെ എല്ലാം കൂടെ സെയിം ഒരേ ലെവലിൽ വരുമ്പോഴാണ് ഈ ഒരു ലക്ക് എന്ന് പറഞ്ഞ കാര്യം സംഭവിക്കുന്നത്. താങ്കൾ ആദ്യം പറഞ്ഞു ഒരു കൊച്ചു എന്താ പറയാ സിനിമയിൽ കൺസിസ്റ്റൻസീസ് ഒക്കെ നമ്മൾ എത്ര ജോലികൾ എത്ര ആൾക്കാരെ കണ്ടു, എത്ര വർഷം അവർ സിനിമയ്ക്ക് വേണ്ടി പുറകെ നിന്ന് കഷ്ടപ്പെട്ടാണ് അവർക്ക് അങ്ങനെ കിട്ടിയത്. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? ബാക്കിയുള്ള ആൾക്കാരെ ചെയ്യുന്നില്ല. ചില ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റേ ആൾക്കാർ ചെയ്യുന്നില്ല, മനസ്സിലായോ? അപ്പൊ അവിടെയാണ് ചോദിക്കുന്നത്, അങ്ങനെ കൺസിസ്റ്റന്റ് ആയി നിൽക്കാൻ ഉള്ള മനസ്സ് അനുവദിക്കാൻ ആക്സസ് ബാർ സഹായിക്കും. അതാണ് എന്റെ ചോദ്യം. ഉറപ്പായിട്ട് നമ്മൾ ഡിസൈറിലേക്ക് എത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സംഭവിക്കും. അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കത് സൂട്ടബിൾ അല്ല എന്നുള്ള തോന്നലുകളൊക്കെ നമുക്ക് ആക്സസ് ബാറിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായി? നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണോ അതിലേക്ക് തിരികാൻ വേണ്ടി നമ്മുടെ മനസ്സിലായി നമ്മുടെ ഇന്ന് കിടക്കുന്ന സ്റ്റോർ ചെയ്തേക്കുന്ന അക്യുമുലേറ്റ് ചെയ്ത എല്ലാ കാര്യം റിലീസ് ആകുമ്പോൾ നമ്മൾ പുതിയ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യും, പുതിയ പുതിയ പോസിബിലിറ്റീസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോ പറയാൻ എങ്ങനെയാണ് ആക്സസ് ബാർ ഉപയോഗിക്കുക? നോ പറയാ നമ്മൾ കുറച്ചുകൂടി കോൺഫിഡന്റ് ആവും, മനസ്സിലായി? അതായത് ലൈക്ക് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ നോ പറയാൻ പറ്റൂ. താങ്കൾക്ക് ഒരാൾ താങ്കൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നോ പറയണമെങ്കിൽ കോൺഫിഡൻസ് ഇല്ല നമുക്ക് പറയാൻ പറ്റുമോ? കോൺഫിഡൻസ് ആണോ? കോൺഫിഡൻസ് എന്താ സെൻസ് എന്താണ്? നമുക്കൊരു നോ പറയാനുള്ള കോൺഫിഡൻസ് ധൈര്യം വേണ്ടേ?
നോ ഓഫ് കോഴ്സ് ധൈര്യം, ഒരു പ്രത്യേകിച്ച് ലേഡീസ് തമ്മിൽ ധൈര്യമാണ്. അതായത് ഫാമിലിയോട് നോ പറയാം, അല്ലെങ്കിൽ എനിക്കത് വേണം എന്ന് പറയാനുള്ള ധൈര്യം, പറയാനുള്ള ധൈര്യമാണ്. അല്ലെങ്കിൽ ഹസ്ബൻഡ് അടുത്ത് പറയുകയാണ് പറ്റില്ല എനിക്ക് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാര്യം ധൈര്യമാണ്. അല്ലെങ്കിൽ മദറിലോ പറയണം പറ്റില്ല നീ ഇന്ന കാര്യം ചെയ്യണം, സോ എനിക്കത് പറ്റില്ല എനിക്ക് ഇന്ന കാര്യം ചെയ്യണം ഇഷ്ടം എന്ന് പറഞ്ഞ ധൈര്യമാണ്.